ഇല്ല. അപ്പൊ നിരന്തരം നാരായണ 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 നാരായണ. അത് നമ്മൾ എടുത്തുകൊണ്ടിരുന്നില്ല. ആ പോകുന്ന സമയത്ത് എന്ത് തനിയെ നമ്മളറിയാതെ നമ്മുടെ നാമം എന്തുണ്ടാവും? നാരായണ നാമം ഉണ്ടാവും. അതായത് പെട്ടെന്ന് നാരായണ വിളിക്കാൻ കേട്ടാൽ നടക്കില്ല. അപ്പൊ നാരായണ നാമത്തിന്റെ മഹാത്മ്യം നമ്മള് നാരായണത്തിൽ പഠിച്ചു കൊടുക്കാറില്ലേ? എന്തായിരുന്നു ഒരു കഥ പറയുന്നത്? ആരുടെ കഥ പറഞ്ഞത്? അജാമനന്റെ. നാരായണൻ പഠിച്ചു വന്നായിരുന്നു. നാരായണൻ പഠിച്ചു. അപ്പൊ ചോദിച്ച വഴി അവിടുന്ന് അടുത്ത് വന്നു അജാമനൻ. ആരാ അജാമനൻ? ആരാജാമനൻ? ഒരു ബ്രാഹ്മണനായിരുന്നു അല്ലേ? അപ്പോ അജാമനൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ. അത് അവരുടെ കഥ നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോ ആ അജാമനൻ ആരായിരുന്നു നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ ചെറുപ്പത്തിലെ ആ ബ്രാഹ്മണൻ നല്ല കുലത്തിലാണ് ജനിച്ചത്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് അച്ഛൻ നല്ല എന്താ പറയാ ഹോമം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണതുകൊണ്ട് അച്ഛനെ സഹായിക്കാനായിട്ട് അതിന് വേണ്ടുന്ന ഇന്നിപ്പോൾ നമുക്ക് കടയിൽ പോയാൽ മതി. ഇല്ലേ? വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് കറുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. പക്ഷെ അന്ന് അതൊന്നും സാധിക്കില്ലല്ലോ. അന്ന് കാട്ടിൽ പോയി ഇതൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛനെ സഹായിക്കാനായിട്ട് ഈ അജാമനൻ പോകുമായിരുന്നു. അങ്ങനെ പോയി ഇതൊക്കെ കൊണ്ടുവരുന്ന കാലത്ത് എന്ത് ചെയ്തു? ഒരിക്കലും